സംസ്ഥാനത്ത് ക്യാമറകൾ വഴിയുള്ള ഗതാഗത നിയമലംഘന പിഴ ഈടാക്കൽ പ്രതിസന്ധിയിൽ ക്യാമറയിൽ നിയമലംഘനങ്ങൾ പതിഞ്ഞാലും നോട്ടീസ് അയക്കില്ല. 15 ലക്ഷം വാഹനങ്ങൾക്ക് നോട്ടീസ് അയക്കാത്തത് കാരണം ഉണ്ടായത് 100 കോടി രൂപ നഷ്ടം. സംസ്ഥാന സർക്കാരിന്റെ ഏറെ വിവാദ പദ്ധതിയായിരുന്നു സേഫ് കേരള. പിണറായി സർക്കാരിന്റെ ഏറ്റവും വിവാദമായ പദ്ധതിയായിരുന്നു സേഫ് കേരള. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ റോഡുകളിൽ സ്ഥാപിച്ച ക്യാമറകൾ പ്രവർത്തിക്കുന്നുമില്ല, നഷ്ടത്തിലുമാണ്. 15 ലക്ഷം വാഹനങ്ങൾക്ക് നോട്ടീസ് അയക്കാത്തത് കാരണം 100 കോടി രൂപയാണ് പദ്ധതിയിലെ നഷ്ടം. ക്യാമറയിൽ നിയമലംഘനങ്ങൾ പതിഞ്ഞാലും നോട്ടീസ് അയക്കാറില്ല. കരാർ കമ്പനിക്ക് കോടികളുടെ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ളത്. പണമില്ലാത്തതിനാൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടും 1 മാസമായി കരാർ കമ്പനിയായ കെൽട്രോൺ തപാൽ മാർഗം നോട്ടീസ് അയക്കാൻ തയ്യാറാകുന്നില്ല. ക്യാമറ നിയമലംഘനം കണ്ടെത്തിയാൽ വാഹനമുടമയ്ക്ക് ഫോണിൽ ഉടൻ അറിയിപ്പ് ലഭിക്കണം. എന്നാൽ ഫോൺ നമ്പറും വാഹന നമ്പറുമായി ബന്ധിപ്പിച്ചാലേ ഇത് സാധ്യമാകൂ. അല്ലാത്തവരുടെ ഫോണിൽ അറിയിപ്പും ലഭിക്കുന്നില്ല. ക്യാമറയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതും നിയമലംഘനങ്ങളുടെ പിഴ ഏകോപിപ്പിക്കുന്നതുമായ കൺട്രോൾ റൂമുകളും പൂട്ടുവീഴുകയാണ്. ലക്ഷങ്ങൾ വൈദ്യുതി കുടിശ്ശിക ആയതോടെ KSEB ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിലും കമ്പനിക്ക് ഇതുവരെ കുടിശ്ശിക അടയ്ക്കാൻ സാധിച്ചിട്ടില്ല. ജനം, തിരുവനന്തപുരം.